വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയോട് കൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. ഒരു മരണ വാർത്തയോട് കൂടി തന്നെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് എന്നതിൽ വിഷമമുണ്ട്. നടൻ മേഘനാഥ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഞങ്ങളാണത് ആദ്യമായി പുറത്തുവിടുന്നത്. നടൻ മേഘനാഥ് പുലർച്ചെ 2 മണിക്കാണ് മരണപ്പെടുന്നത്. ഒരുപാട് നാളുകളായി അദ്ദേഹം അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഏകദേശം 50-ലധികം ചിത്രങ്ങളിൽ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ മേഘനാഥൻ വില്ലൻ വേഷങ്ങളിലാണ് തിളങ്ങിയത് എന്നുള്ളതാണ് എടുത്തു സൂചിപ്പിക്കേണ്ടത്. പ്രേക്ഷകർ വെറുക്കുന്ന ഒരു പിടി വില്ലൻ കഥാപാത്രങ്ങൾ മേഘനാഥൻ മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിച്ചു. 1983 അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. 1983 അസ്ത്രം എന്ന സിനിമയിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മേഘനാഥൻ എത്തുന്നത്. മലയാളം കണ്ട ഏറ്റവും മികച്ച വില്ലനായ ബാലൻ കെ നായരുടെ മകൻ കൂടിയാണ് മേഘനാഥൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതിനുശേഷം അസ്ത്രം എന്ന ചിത്രത്തിന് ശേഷം ഒട്ടനവധി വില്ലൻ വേഷങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് മുന്നിലേക്ക് എത്തി. കിരീടം എന്ന ചിത്രം, ഉത്തമം എന്ന ചിത്രം തുടങ്ങി നിരവധി ചിത്രങ്ങൾ, ഈ പുഴയും കടന്ന്, അങ്ങനെ ഒരു പിടി മികച്ച ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ മറ്റൊരു മേഘനാഥനെയാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത്. വില്ലൻ വേഷങ്ങളിൽ നിന്ന് മാറി ഒരു ക്യാരക്ടർ റോളിലേക്ക് മേഘനാഥൻ മാറുന്നതായിരുന്നു പ്രേക്ഷകർ കണ്ടിരുന്നത്. അങ്ങനെ ഒരു പിടി മികച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് മേഘനാഥൻ വിടവാങ്ങുന്നത്. സിനിമകളിൽ മാത്രമല്ല, സീരിയലുകളിലും മേഘനാഥൻ സജീവ സാന്നിധ്യമായിരുന്നു. ഒട്ടനവധി പരമ്പരകളിൽ മികച്ച കഥാപാത്രങ്ങൾ അഭിനയിച്ചുകൊണ്ട് ടെലിവിഷൻ പ്രേക്ഷകരുടെ മുന്നിലേക്കും മേഘനാഥൻ എത്തിയിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങൾ, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം വില്ലനായി എത്തിയിരുന്നു. പല വർഷങ്ങളിലും അദ്ദേഹത്തിന് സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്നാൽ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിനൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായും മോശാവസ്ഥയിൽ എത്തുകയായിരുന്നു. ഒരുപാട് നാളുകളായി അദ്ദേഹം ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷൊർണൂരിലെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മേഘനാഥൻ്റെ മരണം ഞെട്ടലോടെയാണ് മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്.